കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശിയായ അമിത് ഒറാങ് പോലീസ് പിടിയിലായി. തൃശൂർ ജില്ലയിലെ മാളയ്ക്ക് അടുത്ത് ആലത്തൂർ എന്ന സ്ഥലത്തുള്ള ഒരു കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ശ്രീവത്സം വീട്ടിൽ ടി.കെ. വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെ കൊന്ന അമിത് ഒറാങ്ങിന് പിന്നിൽ മാഫിയ സംഘം ഉണ്ടോ എന്നൊരു സംശയവും ഉയരുന്നു. മകൻ ഗൗതമിന്റെ മരണത്തിലെ ദുരൂഹത മാറ്റാൻ CBI അന്വേഷണം വേണമെന്ന ടി.കെ. വിജയകുമാറിന്റെ ആവശ്യം അംഗീകരിച്ച് ഹൈക്കോടതി വിധി വന്നത് കഴിഞ്ഞ ഫെബ്രുവരി 19-നാണ്. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് കേസ് CBIക്ക് വിട്ടുകൊണ്ട് വിധി പറഞ്ഞത്. CBI മാർച്ച് 21-ന് കേസെടുത്തിരുന്നു. വിജയകുമാറിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന അമിത് ആ സമയം ജയിലിലായിരുന്നു. പിന്നീട് അതിവേഗം ഇയാൾക്ക് ജാമ്യം കിട്ടി. അമിതിനെ ജാമ്യത്തിൽ ഇറക്കിയതിന് പിന്നിൽ ഒരു സംഘമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. അതിനുശേഷം നടന്ന ഗൂഢാലോചനയാണ് ഈ ഇരട്ടക്കൊലയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്ന ആളുകളുമുണ്ട്. വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടക്കുന്നതിനിടെ ആ സ്ഥലത്തെത്തിയവരിൽ സംശയിക്കേണ്ട ആളുകൾ ഉണ്ടോ എന്നും പോലീസ് നിരീക്ഷിച്ചിരുന്നു. അമിതിന് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചെന്ന സംശയത്തിലായിരുന്നു ആ നിരീക്ഷണം. തിങ്കളാഴ്ച രാത്രി 10 മണി കഴിഞ്ഞാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് നിഗമനം. വീടിന്റെ മതിൽ ചാടി എത്തിയ അക്രമി മുൻവശത്തെ ജനാലയുടെ ചില്ലിൽ ഒരു വിടവുണ്ടാക്കി ജനൽ തുറന്നു. പിന്നീട് വാതിലിന്റെ കൊളുത്തും തുറന്നു. വീട്ടിനുള്ളിൽ കയറിയ അക്രമി 2 മുറികളിൽ കിടന്നുറങ്ങിയിരുന്ന വിജയകുമാറിനെയും മീരയെയും കോടാലി കൊണ്ട് മുഖത്ത് ഉൾപ്പെടെ വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതിയായ അമിത് 3 വർഷം വിജയകുമാറിന്റെ വീട്ടിലും അവരുടെ ഓഡിറ്റോറിയത്തിലും ജോലി ചെയ്തിരുന്ന ആളാണ്. അതിനിടെ വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ചതിനും അതുപയോഗിച്ച് പണം തട്ടിയെടുത്തതിനും ഇയാൾ പിടിയിലായിരുന്നു. ഈ കേസിൽ 5.5 മാസത്തോളം അമിത് ജയിലിലായിരുന്നു. ജയിലിൽ കഴിയുന്ന സമയത്ത് അമിതിനെ അയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോകുകയും ചെയ്തു. വിജയകുമാറിനുള്ള വലിയ പകയുള്ള അമിതിനെ ആരെങ്കിലും ഉപയോഗിക്കാനും സാധ്യത ഏറെയാണ്. വിജയകുമാറിന്റെയും മീരയുടെയും 3 ഫോണുകൾ വീട്ടിൽ നിന്നും കാണാനില്ലായിരുന്നു. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടെന്ന് കരുതുന്നവർ ഏറെയാണ്. വിലപിടിപ്പുള്ള പലതും ആ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അമിത് കൊല നടത്തിയ ശേഷം കൊണ്ടുപോയത് ആ ഫോണുകൾ മാത്രമാണ്. ഗൗതമിന്റെ മരണത്തിലെ സംശയങ്ങൾ കോടതിക്കും നേരത്തെ ബോധ്യപ്പെട്ടതാണ്. മൃതദേഹത്തിൽ ട്രെയിൻ തട്ടിയതിന്റെ പരിക്കുകൾ കൂടാതെ കഴുത്തിന്റെ ഇരുവശത്തും കാണപ്പെട്ട മുറിവാണ് ഇതിൽ പ്രധാനം. ഗൗതം ഓടിച്ച കാറിനുള്ളിലും രക്തമുണ്ടായിരുന്നു. പേപ്പർ കട്ട് ചെയ്യുന്ന ഒരു കത്തി രക്തം പുരണ്ട നിലയിൽ കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കാറിൽ വെച്ച് ഗുരുതരമായ മുറിവേറ്റ മകൻ നടന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോകില്ലെന്നും ആ മരണം കൊലപാതകമാണെന്നുമായിരുന്നു വിജയകുമാറിന്റെ വാദം. മരണവിവരം പുറത്തു വന്നതിന്റെ തലേ രാത്രി 8 മണിയോടെ ഗൗതം വീട്ടിലേക്ക് വിളിച്ച് രാത്രിയിലെ ഭക്ഷണം പുറത്തു നിന്ന് വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചിരുന്നതായി വിജയകുമാർ പറഞ്ഞിരുന്നു. ഇങ്ങനെ സാധാരണ മട്ടിൽ സംസാരിച്ച മകൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് തന്നെയായിരുന്നു ആ പിതാവിന്റെ നിലപാട്. ഏതായാലും വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണത്തോടെ ഗൗതം കേസിലെ അന്വേഷണവും വഴിമുട്ടുമെന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും മികച്ച അഭിഭാഷകരെ തന്നെ ഉപയോഗിച്ചാണ് അമിതിന് ജാമ്യം ആരോ എടുത്തു നൽകിയതെന്നും വ്യക്തമാണ്. CBI അന്വേഷണ ഉത്തരവിന് ശേഷമുള്ള ഈ നീക്കങ്ങളാണ് സംശയങ്ങൾ പല വിധത്തിലേക്ക് എത്തിക്കുന്നത്. ഈ കേസിൽ CBI അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അമിതിന് പിന്നിൽ പ്രബലരായ ആരോ ഉണ്ടെന്ന സംശയങ്ങൾ തള്ളിക്കളയാനും പറ്റില്ല.